നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിഷയം. TV തുറന്നാലും പത്രത്തിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ അതിജീവിതകൾ രംഗത്ത് വരുമ്പോൾ രാഹുൽ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന പല ചാറ്റുകളും അതുപോലെ വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ പുറത്തു വരുന്നു. കുറച്ച് മാസങ്ങളായിട്ട് ഇത് തുടരുകയാണ്. പിന്നീട് കുറച്ചു കാലം ഇതിനെക്കുറിച്ച് ഒരു അനക്കവും ഉണ്ടാവില്ല. വീണ്ടും ഈ ഒരു വിഷയം വീണ്ടും ചർച്ചകളാകുന്നുണ്ട്. രാഹുൽ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പല മാധ്യമങ്ങളും കീറി മുറിച്ച് വാർത്തകൾ അവതരിപ്പിക്കുന്നതും കാണുന്നുണ്ട്. ഏതായാലും പ്രവാസി യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു അറസ്റ്റ്. ഇതിനു മുൻപും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴൊന്നും തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും രാഹുൽ പോലീസിലേക്ക് തന്നെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. ഏതായാലും ഇത്തവണ ഉയർന്നു വന്ന പരാതി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി അത് കോടതി നടപടികളിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ അവസാനം എന്നുള്ളത് ഇനി അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു അറസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പോലീസ് പാലിച്ചിട്ടുള്ള അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പാലിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ മുൻ DGPയും BJP നേതാവുമായ TP സെൻകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് പോലീസ് പാലിക്കേണ്ട പല നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് TP സെൻകുമാർ പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിദേവനം എങ്ങനെയാണ് ക്രിമിനൽ നടപടി ആവുക എന്നതടക്കമുള്ള 10 ചോദ്യങ്ങളാണ് സെൻകുമാർ പോലീസിനോട് ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ അദ്ദേഹം ഓരോ വകുപ്പുകളും എടുത്തു തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. BNS വകുപ്പ് 184(1) പ്രകാരം കേസെടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയോ? വൈദ്യപരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് 381B പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക? എങ്ങനെയാണ് വകുപ്പ് 47(1) പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക? എങ്ങനെയാണ് 177(1) പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക എന്നും സെൻകുമാർ ചോദിക്കുന്നുണ്ട്. ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും അറസ്റ്റ് ചെയ്തതെന്നുമാണ് സെൻകുമാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കോഴിയുടെ ചിത്രമൊക്കെ സഹിതമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പല ചോദ്യങ്ങളും ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും. ഒരു സൈക്കിക് കോഴിയെ പോലീസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അത് താഴെ പറയുന്നവയാണ്. പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയേണ്ടേ? ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് BNS വകുപ്പ് 173(1)(2) ലഭിച്ചിട്ടുണ്ടോ? അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 3-ാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ? റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ? അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇനി പോട്ടെ, നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും പരാതിക്കാരിയെ BNS വകുപ്പ് 184(1) പ്രകാരം കേസ് എടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയോ? പോട്ടെ, അങ്ങനെ വൈദ്യപരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് 35(1)(b) പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക? എങ്ങനെയാണ് വകുപ്പ് 47(1) പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക? എങ്ങനെയാണ് 187(1) പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിദേവനം ക്രിമിനൽ നടപടിയാവുക? ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകും, അത് പോലീസ് അറിയുക എന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. അതായത് കൃത്യമായിട്ട് അദ്ദേഹം നിയമവശങ്ങളെല്ലാം തന്നെ ആക്ടുകളും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പോലീസ് പല നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് കമന്റ് ചെയ്യുന്നത്. അയ്യോ സാർ, ഇത് അതിനൊന്നുമല്ല,
ജെട്ടി കേസും പിന്നെ കട്ട സ്വർണവും ഇലക്ഷൻ അങ്ങ് എത്തിയില്ലേ, കോമ്പൻസേറ്റ് ചെയ്യണ്ടേ എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. കോഴി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നതൊന്നും വിഷയമല്ല, ശബരിമല വിഷയം ചർച്ച നിൽക്കണം. കോഴിയെ പൂട്ടിയെന്ന ഖ്യാതിയിലൂടെ കിട്ടുന്ന പൊളിറ്റിക്കൽ മൈലേജും കിട്ടും. ആരെവിടെയെന്ന് രാജാവ് ഉത്തരവിട്ടാൽ നിയമവശം നോക്കാതെ ചാടി പുറപ്പെടുന്ന പല DGPയും അതുപോലെ തന്നെ IPSകാരിയും ഉണ്ടെങ്കിൽ എല്ലാം ശുഭം. കോഴി ഇതിൽ നിന്നും ഊരും, ജാമ്യം കിട്ടും. ഇനി ചെസ് നമ്പർ 4 വരട്ടെ, എല്ലാ നിയമവശങ്ങളിലൂടെയും കോഴിയെ പൂട്ടാൻ കഴിയട്ടെ എന്ന് ആശ്വസിക്കാം ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കമന്റ്, സാറ് പറഞ്ഞത് 100% നിയമപരം. ഒരാളുടെ ഒപ്പുവെച്ച അസൽ മൊഴിയില്ലാതെ BNSS പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇമെയിൽ ആണെങ്കിൽ 3 ദിവസത്തിനകം ഒപ്പ് വാങ്ങിയ ശേഷം മാത്രം നടപടി. കേസെടുത്താൽ 24 മണിക്കൂറിനകം ചെയ്യേണ്ട ചില നടപടികളുമുണ്ട് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇന്നലെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് രാഹുലിനെതിരെ വീണ്ടും പരാതികൾ ഉയരുമ്പോൾ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നെ കെട്ടിച്ചമച്ച കേസുകളാണ്, അല്ലെങ്കിൽ രാഹുൽ മാത്രം എങ്ങനെ കുറ്റക്കാരനാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും തങ്ങളുടെ അഭിപ്രായങ്ങൾ പല വേദികളിലും അല്ലെങ്കിൽ പല കമന്റുകളിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ തന്നെ പോസ്റ്റായിട്ട് പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇത് കോടതിക്ക് മുൻപിലുള്ള കേസാണ്. അതിനുശേഷം നടപടിക്രമങ്ങൾ പാലിച്ച് രാഹുലിന് പറയാനുള്ളതും കൂടി പറഞ്ഞതിന് ശേഷം കൃത്യമായിട്ടും രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്, ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അഥവാ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടരുത്. വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി എന്നാണ് കേസ്. ഇപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി വരുമ്പോൾ ഇപ്പോൾ സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് പോലീസ്. LDFും പരാതി നൽകിയേക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ സ്പീക്കർ ഇനി നിയമോപദേശം തേടും. നടപടികൾ നിരീക്ഷിച്ച ശേഷം അയോഗ്യതാ നടപടിയിൽ നിലപാടെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനിടെ രാഹുൽ സീരിയൽ ക്രിമിനൽ ആണെന്നും MA ബേബി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. രാഹുലിനെതിരായ അന്വേഷണത്തിനൊപ്പം തന്നെ MLA പദവി തെറിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവമാക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് രാഹുൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലാണെന്നും ഗുരുതര പരാതിയെന്നും വ്യക്തമാക്കി അന്വേഷണ സംഘം സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ സ്പീക്കർ നിയമോപദേശം തേടും. അധാർമിക പെരുമാറ്റം, നിയമസഭാ അംഗത്വം ദുരുപയോഗം ചെയ്ത് ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെടുക എന്നിവയുണ്ടായാൽ MLAമാർക്കെതിരെ നടപടിയെടുക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ഇതിനു മുൻപും രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ അത്തരത്തിലൊരു നടപടി എടുത്തിരുന്നില്ല. പക്ഷേ ഇത്തവണ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല പരാതി ഗുരുതരമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിന് ഇനി സ്പീക്കർ N ഷംസീർ നീങ്ങുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇതുവഴി രാഹുലിനെ അയോഗ്യനാക്കിയേക്കുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അനുകൂല നിയമോപദേശം ലഭിച്ചാൽ എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുകയും കമ്മിറ്റിയുടെ ശുപാർശ മുഖ്യമന്ത്രി പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിച്ച് പുറത്താക്കാനുമാണ് ആലോചിക്കുന്നത്. അയോഗ്യനാക്കാനുള്ള ശുപാർശ നൽകേണ്ട എത്തിക്സ് കമ്മിറ്റിയിലുള്ളത് MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ, KK ശൈലജ എന്നിവരടക്കം 7 പേർ LDF അംഗങ്ങളാണ്. റോജി M ജോണും UA ലത്തീഫുമാണ് UDF അംഗങ്ങൾ. രാഹുലിനെ അയോഗ്യനാക്കുന്നത് UDF എതിർക്കില്ലെങ്കിലും അന്തിമ നിലപാടെടുത്തിട്ടില്ല. അതിനിടെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സ്പീക്കർക്ക് പ്രത്യേക പരാതി നൽകാനാണ് LDF ആലോചിക്കുന്നത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്ഷേത്രത്തിലും പള്ളിയിലും വഴിപാടുകളും പൂജയും നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജാണ് രാഹുലിനായി പള്ളിയിലും ക്ഷേത്രത്തിലും വഴിപാടുകളും പൂജയും നടത്തിയിരിക്കുന്നത്. രാഹുലിന് മോശം സമയമാണെന്നും അത് മാറാനാണ് വഴിപാടുകളെന്നാണ് പ്രതികരണം. തിങ്കളാഴ്ച രാവിലെ വള്ളകുളം നന്നൂർ ദേവി ക്ഷേത്രത്തിലാണ് 2 വഴിപാടുകൾ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്വതി നക്ഷത്രം എന്ന പേരിൽ ഭാഗ്യസൂക്ത അർച്ചനയും ശത്രുസംഹാര പൂജയുമാണ് നടത്തിയത്. പുതുപ്പള്ളി ഓർത്തഡോക്സ് ദേവാലയത്തിൽ രാഹുലിന്റെ പേരിൽ 3 കുർബാനയ്ക്കുള്ള കുർബാന പണവും റിജു അടച്ചിട്ടുണ്ട്. രാഹുലിന് സമയദോഷമാണെന്നും അത് മാറാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണെന്നാണ് വിശദീകരണം. നിലവിൽ രാഹുൽ ആരോപണ വിധേയനാണ്. കോടതിയാണ് അദ്ദേഹം കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ സമയദോഷം മാറുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടും വ്യക്തിപരമായ താല്പര്യത്തിലാണ് ഇത്തരത്തിൽ പൂജയും വഴിപാടുകളും ചെയ്തതെന്നാണ് റിജോ പറയുന്നത്.
കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും വളർന്നു വരുന്ന ഒരു നേതാവിനെ തേജോവധം ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെന്നാണ് റിജോ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടല്ലെന്നും വ്യക്തിപരമായാണ് ഈ പൂജകൾ ചെയ്തതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തു. അതേസമയം അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ. ഞായറാഴ്ച പുലർച്ചെയാണ് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായ യുവതിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ റിമാൻഡിലാണ്. പരാതിയിൽ കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ തെളിവുകളൊക്കെ തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ അതിജീവിതയ്ക്ക് സാധിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും സത്യങ്ങൾ ഈ പറയുന്ന പരാതിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ തന്നെ എടുക്കണം. അല്ലാത്ത പക്ഷം ശിക്ഷിക്കപ്പെടരുത് എന്നാണ് പറയാനുള്ളത്.